என்னவளே அடி என்னவளே எந்த இதயத்தை தொலைத்து விட்டேன். கோகிலமே நீ குரல் கொடுத்தால் உனை கும்பிட்டு கண்ணடிப்பேன் എന്ന് പാടി. അതല്ലേ വീണം? അപ്പൊ ഞാൻ വീണൊന്നുമില്ല. ഇല്ലല്ലേ. നമസ്കാരം. ഏഷ്യൻ സ്റ്റാർസ് ഇൻ മീറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അജയ് തുണ്ടത്തിൽ. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത് സംഗീത വഴിയിലെ ഒരു പ്രതിഭയാണ്. ഒരു ഗായകൻ എന്ന നിലയിൽ അദ്ദേഹം തൻ്റെ പ്രശസ്തിയും പേരും ഇതിനോടകം നേടിക്കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പുതിയൊരു ദൗത്യത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുകയും അതിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. തൻ്റെ ഗായക മേഖലയോടൊപ്പം ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തും ചൂട് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ പ്രതിഭ. അദ്ദേഹത്തിൻ്റെ പേര് രാജേഷ് വിജയ് എന്നാണ്. ആ പേര് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് അദ്ദേഹത്തെ മനസ്സിലാവും. കാരണം അദ്ദേഹം അത്രമാത്രം മനസ്സിൽ ആഴത്തിൽ പതിപ്പിച്ചിരിക്കുന്ന ഒരുപാട് പാട്ടുകൾ നമുക്കായിട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ന്യൂ ജനറേഷനിലുള്ള ആൾക്കാർക്ക് എത്രത്തോളം അദ്ദേഹത്തെ അറിയാം എന്നറിയില്ല. എന്തായാലും നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം, അദ്ദേഹത്തിൽ നിന്നും കൂടുതൽ വിശേഷങ്ങൾ അറിയാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ചിത്രം മായമ്മ, അദ്ദേഹം സംഗീത സംവിധാനവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയ സിനിമ മായമ്മ ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശന വിജയം നേടി മുന്നേറുകയാണ്. കുടുംബ പ്രേക്ഷകരെ ഹഠാത് ആകർഷിച്ചുകൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ സംഗീത വിഭാഗമാണ്. അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് രാജേഷ് വിജയ് ആണ്. നമുക്ക് ആ സിനിമയുടെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിശേഷങ്ങളും കരിയർ വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം രാജേഷ്. നമസ്കാരം സാർ. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ പുതിയ ജനറേഷനിലുള്ളവർക്ക് രാജേഷ് പാടിയ പാട്ടുകൾ അറിയാം, പക്ഷേ അതിൻ്റെ പിന്നിൽ വോയിസ് കൊടുത്തത് ആരാണെന്നുള്ളത് പലർക്കും ആളിനെ അറിയില്ല. കാരണം ഞാൻ ഈ ഫിലിം ഇതുമായിട്ട് സഞ്ചരിക്കുമ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ പലരും പ്രത്യേകിച്ചും പിള്ളേരൊക്കെ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ ഇത് പാടിയത് ഞാൻ എൻ്റെ സുഹൃത്താണെന്ന് പറയുമ്പോൾ അയ്യോ അതാരാ ചേട്ടാ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട്, ടെൻഡൻസി ഉണ്ട്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഈ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ആ പാട്ടുകൾ പാടിയിരിക്കുന്നത് ആരാണ് രാജേഷ് വിജയ് എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പഴയ ഒരു പാട്ട്, അതായത് രാജേഷ് പാടിയ ഒരു പാട്ട്, ഞാനതിലും പാട്ടിലങ്ങ് തുടങ്ങിയിട്ട് ബാക്കി പറയാം. ഡാലിയ കൂടാരം വേണം, കൂട്ടിനൊരു ഡാഫോഡിൽ വേണം, മുന്തിരി പൂന്തോപ്പിൽ വാഴാൻ ഒത്തിരി സ്വപ്നങ്ങൾ വേണം. കൂട്ടുവരുമോ ചിട്ടിക്കുരുവികളെ, കൂട്ടുവരുമോ കുട്ടിക്കുറുമ്പുകളെ, കറുപ്പിനഴക് ഓ വെളുപ്പിനഴക്. ഇതാണ് ഞാൻ പാടിയിട്ടുള്ളതിലൊരു ഹിറ്റ് സോങ്. എന്നെ തിരിച്ചറിയാനായിട്ട് ഞാൻ പാടിയതാണ്. വീണ്ടും പ്രേക്ഷകർ മുമ്പിൽ എത്തിയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം. ഞാൻ ഏതാണ്ട് ഒരു 20-25ഓളം മൂവിയിൽ പാടിയിട്ടുണ്ട്. അതിൽ ഹിറ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് കറുപ്പിനഴക്, പിന്നെ ജാസി ഗിഫ്റ്റിൻ്റെ തൂവെള്ള, കള്ളാ കൊച്ചുകള്ള, ലാലേട്ടൻ്റെ നാട്ടുരാജാവിലെ ടൈറ്റിൽ സോങ്, അങ്ങനെ കുറച്ച് പാട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ടുകൂടെ, ഇപ്പോൾ ലാലേട്ടൻ്റെ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർ സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാൻ എന്തായാലും അവർക്കൊരു ആശ കാണും. അപ്പോൾ അതിലൊരു പാട്ടുകൂടെ ലാലേട്ടന് വേണ്ടി പാടിയത് എം ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക്കിൽ. എനിക്ക് ലിറിക്സ് ഒത്തിരി ഓർമ്മയില്ല, നല്ല 2 ലൈൻ പാടാം. ചിങ്കപ്പടയുടെ രാജാവേ, ഇടിമിന്നൽ കൊടിയുടെ രാജാവേ, ചുടുകാറ്റായി കത്തണ രാജാവേ, വടിവാളു ചുഴട്ടണ രാജാവേ, ഇടനെഞ്ചു പിരിക്കണ രാജാവേ, വല പഞ്ചു പിടിക്കണ രാജാവേ, കലി കൊണ്ടാൽ കാടിലെ രാജാവേ, എലി കണ്ടാൽ പുലിയുടെ രാജാവേ, ഒരു രാജാവേ, പുതുരാജാവേ, മഹാരാജാവേ, നാട്ടുരാജാവേ, രാജാവേ, നാട്ടുരാജാവേ, രാജാവേ. ഗംഭീരങ്ങളായിട്ടുള്ള പാട്ടുകളാണ് ഒരുപാട് പാട്ട്. അപ്പം അങ്ങനെ ഒരു ഫ്ലോയിൽ ഇതുപോലെയുള്ള സൂപ്പർ ഹിറ്റ്സ് പാട്ടുകൾ പാടിയ രാജേഷ് പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഫെയ്ഡ് ഔട്ട് ആവുകയും പിന്നെ കാണാതാവുകയും ചെയ്തു. എന്താ അവിടെ സംഭവിച്ചത്? ഞാൻ 2007 വരെ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അതായത് ട്രിവാൻഡ്രോൺ എൻ്റെ പ്ലേസ്.
അത് കഴിഞ്ഞ് ചെന്നൈയിൽ ഇപ്പോൾ ചെന്നൈയിൽ സെറ്റിൽഡാണ്. ഇപ്പോൾ 18 വർഷമായി. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഫുൾ ഫ്ലെഡ്ജായിട്ട് ഉണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 2007 ആയപ്പോഴത്തേക്കും സിനിമകൾ കുറച്ച് കുറഞ്ഞു. ഞാൻ തുറന്നു പറയണേ, ഇപ്പോൾ എനിക്ക് പ്രശ്നമില്ല. അത് രാജേഷിന് വരുന്ന അവസരങ്ങൾ നന്നായിട്ട് കുറഞ്ഞു വെച്ചാൽ മൂവി ഇല്ല. പിന്നെ ഞാൻ അതിൻ്റെ ഒരു ദുരഭിമാനമായിട്ട് കാണുന്നു. ഞാനിങ്ങനെ പോയി ചാൻസ് ചോദിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല, അതെൻ്റെ സ്വന്തം എൻ്റെ മാത്രം പ്രശ്നമാണത്. അതുകൊണ്ട് ആയിരിക്കാം ഒരു 99% ചാൻസ് കിട്ടാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ പാടിയിരിക്കുന്നതൊക്കെ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് പാട്ടുകളല്ലേ. നമ്മളിനി ചാൻസ് തേടി അങ്ങോട്ട് പോകണ്ടല്ലോ, ചാൻസ് നമ്മളെ തേടി വരേണ്ട. എങ്കിലും അതങ്ങനെയല്ല. ഓക്കെ, നമ്മൾ അതിലോട്ട് കൂടുതൽ പോകണ്ട. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി ചാൻസ് ഇല്ലാന്ന് തന്നെ പറയാം. പക്ഷേ ഞാൻ മൂവീസിൽ പാടുന്നുണ്ടെങ്കിലും എൻ്റെ 6th സ്റ്റാൻഡേർഡിൽ ഞാൻ തീരുമാനിച്ച കാര്യമാണ് ഒരു പെർഫോമർ ആവുക, സിംഗർ. അത് എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൺ ആണ് അന്ന് ചെറുപ്പത്തിൽ. അപ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് അന്ന് വീഡിയോ ഒന്നും കിട്ടാനല്ല, നമുക്ക് എങ്ങനെയോ ഒരു വീഡിയോ കണ്ടു, ഫോട്ടോസാണ് ആദ്യം കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനോണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് ക്രേസ് കയറി അങ്ങനെ തീരുമാനമെടുത്തത്. അപ്പോൾ ഈ മൂവീസിൽ പാടുന്നതോടൊപ്പം അതിൽ കൂടുതൽ പെർഫോം ചെയ്യാനായിരുന്നു ആഗ്രഹം. അങ്ങനെ പെർഫോം ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എങ്ങനെ ലൈവായിട്ടിരുന്നത് എനിക്ക് തോന്നുന്നു. ഞാൻ മാസം തോറും ഓരോ എബ്രോഡ് പോവും, UK പോവും, അവിടെ നിന്ന് വരും, അവിടെ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ട്രിവാൻഡ്രത്ത്, ചിലപ്പോൾ നാട്ടിൻപുറത്തായിരിക്കും പ്രോഗ്രാം. അങ്ങനെയൊക്കെയുള്ള ഇങ്ങനെ ഓടി പറന്ന് നടന്ന ഒരു സമയം പെട്ടെന്ന് ഈ പ്രോഗ്രാംസിന് ആരും വിളിക്കാതെ ഒരു നിലയിലേക്ക് വന്നു. ഞാൻ ഫസ്റ്റ് ഇതാദ്യമായിട്ടാണ് ഞാൻ സാറിൻ്റെ അടുത്ത് റിവീൽ ചെയ്യുന്നത്. ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 3 മാസത്തോളം അങ്ങനെ ഇരുന്നിട്ടില്ല, പ്രോഗ്രാമില്ല. ഞങ്ങൾക്ക് ആ ഓഫ് സീസൺ എന്ന് സാറിന് അറിയാമല്ലോ, ജൂൺ മാത്രമാണ്. അങ്ങനെ വന്നപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു തോട്ട്, ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് ഞാൻ ചെന്നൈ എപ്പോൾ റെക്കോർഡിങ്ങിന് പോയി വരും, കണക്ഷൻ ഉണ്ടായിരുന്നു. ചെന്നൈ പോകണമെന്നൊരാഗ്രഹം, പിന്നെ ഒരു അത്യാഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്, സിനിമ ഡയറക്ഷനിലേക്കുള്ള ഒരു ഭ്രാന്തുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ടീം ഇവിടെ ഇങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് വിനീതിനെയൊക്കെ വെച്ച് ചെയ്യണം, മ്യൂസിക് സബ്ജക്റ്റ്, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നില്ല. അന്ന് അറിയാമല്ലോ സാറിന്, അന്ന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ഡിജിറ്റൽ ആയിട്ടില്ല, ഉള്ളി ഫിലിമിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കോടികളുടെ മുടക്കുമുതലൊക്കെ വന്നപ്പം പ്രശ്നമായി. അപ്പോൾ എന്തായാലും സിനിമയും കൂടെ ചെയ്യാം എന്നുള്ളൊരു അത്യാഗ്രഹത്തിലാണ് ശരിക്കും ചെന്നൈയിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല അവിടെയും. എന്നാലും നല്ല സ്ട്രഗിളായിരുന്നു. പിന്നെ അവിടെ ചെറുതായിട്ടൊരു സ്റ്റുഡിയോ തുടങ്ങി. അങ്ങനെ ആഡ് ഫിലിംസും മ്യൂസിക്കിന് അങ്ങനെ ഒരു ചാൻസസ് കിട്ടി. അങ്ങനെ സർവൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പിന്നെ പതുക്കെ രണ്ടു മൂവി വന്നെങ്കിലും ഒന്നും പ്രോപ്പർ ആയില്ല ഇപ്പോൾ. അപ്പോൾ അവിടെ ഈ ചെന്നൈയിൽ താവളം ഉറപ്പിച്ചപ്പോഴും മലയാളത്തിൽ പിന്നെ ശ്രമിച്ചില്ല? ഇല്ല, മലയാളത്തിൽ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരാളെ. അവിടെ എനിക്ക് തോന്നുന്നു ഈ സംഗീത മേഖലയിൽ നിന്നും പെട്ടെന്ന് തോട്ട് ഡയറക്ഷൻ ഫീൽഡിലേക്ക് വന്നതാണോ? അല്ല, ശരിക്കും അതും ഇപ്പം മ്യൂസിക് ഡയറക്ടർ ആയത് തന്നെ അങ്ങനെ ഒരു ഇല്ല. അപ്പം എനിക്കും പാടാമല്ലോ എന്നുള്ളൊരു ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് മ്യൂസിക് നമ്മുടേതായിട്ടുള്ള പാട്ടുകൾ പറഞ്ഞെങ്കിൽ ഞാൻ തന്നെ ഡയറക്ഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളതും കൂടെ ഒരു അതിമോഹം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജേഷ് പാടിയ 2 പാട്ടുകളും ഏറെക്കുറെ അടിച്ചുപൊളി ലെവലിലുള്ള പാട്ടുകളാണ്. കാരണം അതിന് ഇപ്പോൾ കുട്ടൻ ചേട്ടനായാലും മോഹൻ ചേട്ടൻ, ഈ മോഹൻ സിത്താര സാറും ജയചന്ദ്ര സാറും, ഇവർ രണ്ടുപേരുടെയും പാട്ടുകളാണ് പാടിയിട്ടുള്ളത് കൂടുതൽ. പിന്നെ ജാസി ഗിഫ്റ്റിൻ്റെ ഇതിൽ കുട്ടൻ ചേട്ടൻ ഞാൻ സ്റ്റേജിൽ പാടുന്ന ചേട്ടൻ കേട്ടിട്ടുണ്ട്. മീൻസ് അപ്പോൾ ഒക്കെ അടിപൊളി പാട്ടുകളാണ്. അത് ഒരുവിധ എല്ലാ പ്ലേബാക്ക് സിംഗേഴ്സ് വരുമ്പോൾ എന്നെ വിളിക്കുമായിരുന്നു പാടാൻ, അവരൊക്കെ. അപ്പോൾ അവർ മെയിൻ സോങ്സ് പാടും. കൂടുതലും ചിത്ര ചേച്ചിയുടെ കൂടെയാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പാടുമ്പോൾ എല്ലാം ഇന്നത്തെ തമിഴും ഹിന്ദിയും മലയാളത്തിൽ അടിപൊളി അങ്ങനെയായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരു അടിപൊളി പാട്ട് പാടുന്ന ആളായിട്ട് കണ്ടിട്ടുള്ളൂ. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഒരു ജോണറിലെ പാട്ട് വന്നപ്പോൾ
എന്നെ സെലക്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ആദ്യം. അതല്ലാതെ മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. ഒരു പാട്ട് അതൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, കാരണം അടിച്ചുപൊളി പാട്ട് മാത്രമല്ല, എല്ലാം നമുക്ക് വഴങ്ങും എന്നുള്ളത് അറിയണമല്ലോ. അത് നല്ലൊരു മെലഡി സോങ് ഇതുവരെ ഞാൻ പാടിയിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ മൂവീസിലൊക്കെ വരുന്നുണ്ട് എങ്കിലും അത് സഫലം എന്ന മൂവിയിലെ ജാസി ഗിഫ്റ്റിൻ്റെ മ്യൂസിക്കിൽ തങ്കൻ തിരുവട്ടാർ റൈറ്ററിൻ്റെ അശോക് ആർനാഥിൻ്റെ ഡയറക്ഷനിൽ അനിൽ തോമസ് ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ കറുപ്പിനഴക് പാടിയിട്ട് ആ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ വിളിക്കുന്നത്. അങ്ങനെ ട്രാൻഡത്തൊന്ന് പാടുന്നു. ആ പാട്ടാണ്. തൂവെള്ള തൂവുന്നു ശസ്സിൽ മാനിൽ കാർമേഘത്തിൻ ശരമാല ചന്ദനത്തിൻ കുളിരു പോലെ അന്തരങ്കിൽ രാഗം പോലെ അലകടലൊളിയോരം പോരും സ്നേഹ പുന്നാര പൂർണേന്ദുവോ തൂവെള്ള തൂവുന്നു ശസ്സിൽ വാനിൽ കാർമേഘത്തിൻ ശരമാല. സൂപ്പർ. ഇപ്പോ ചെന്നൈയിൽ സെറ്റിൽഡായി, അവിടെ പലതും നോക്കി, നമ്മൾ മനസ്സിലെ മോഹങ്ങൾ ചിലതൊന്നും നടന്നില്ല. പിന്നെ തിരിച്ച് വീണ്ടും സംഗീത സംവിധാന രംഗത്താണെന്ന് തോന്നുന്നു തിരിച്ച്, അല്ലേ, മലയാളത്തിൽ വീണ്ടും ഒരു കംബാക്ക് നടത്തിയത്. അതെങ്ങനെയായിരുന്നു ആ ഒരു അവസരം രാജേഷിനെ തേടിയെത്തിയത്? ശരിക്കും ഞാനിപ്പോൾ ഇത് 4ാമത്തെ മൂവിയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങളൊരു പറവയെന്ന് പറഞ്ഞ ചെറിയൊരു മൂവി ചെയ്തു, പക്ഷെ അതും വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിൽ മ്യൂസിക് ഞാൻ തന്നെയാണ്. അപ്പോൾ ചെന്നൈയിലാണ് ചെയ്തത്. പക്ഷെ അത് ഒന്നാമത്തെ കാര്യം, അത് നമ്മൾ ഡിജിറ്റലിലേക്ക് മാറിയ സമയമുണ്ട്. അപ്പോൾ അത്ര നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ എന്ന് വെച്ചല്ല ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞുകൊണ്ട് ഡിജിറ്റൽ തന്നെ തുപ്പാക്കിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് വേറൊരു ലെവലിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. അത് ഇറങ്ങിയാലും ഭയങ്കര നെഗറ്റീവ് വരും. അതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ ചെന്നൈയിൽ പോയി ഇത്രയും നാൾ അവിടെ ആയിരുന്നെങ്കിലും, പക്ഷെ ഞാൻ ഒരു റിസർച്ച് ചെയ്യുന്ന വേണമെങ്കിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ മ്യൂസിക്കിൻ്റെതായാലും രാഗങ്ങളും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ടെക്നിക്കലി കുറേ കാര്യങ്ങൾ. പക്ഷെ എനിക്ക് ഈ വർഷങ്ങൾ നഷ്ടം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ശരിക്കും യൂട്ടിലൈസ് ചെയ്തു. ഓക്കെ, സിനിമയിലേക്ക് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പിന്നെ അത് കഴിഞ്ഞാൽ ആദ്യത്തെ മൂവി എന്ന് പറയുന്നത് അന്തരം എന്നൊരു മൂവിയായിരുന്നു. അതായത് ട്രാൻസ്ജെൻഡറിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവി. ആ നേഹ കഴിഞ്ഞ വർഷത്തെ അവാർഡ് കിട്ടിയ ആ മൂവിയാണ്. അപ്പം അതിൻ്റെ ഡയറക്ടർ അഭിജിത്ത് സജി ശ്രീവത്സൻ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, റൈറ്ററാണ്. സജിയുടെ ഫ്രണ്ട് അഭിജിത്ത്. അപ്പോൾ സജി അവരിങ്ങനെ ഒരു മൂവി പ്ലാൻ ചെയ്തു. ഇപ്പോൾ മ്യൂസിക് ചെയ്യാനാണ് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടേ ഇല്ല, ഫോണിൽ സംസാരിച്ച് കുറേ നാൾ നമ്മളിങ്ങനെ ഒരുപാട് സംസാരിക്കും. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡറിൻ്റെ മൂവി എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഒരു നല്ല ഒരു സോൾ ഉള്ള മൂവി ആയിരിക്കും സ്റ്റോറിയിലൊക്കെ. അപ്പോൾ എന്തായാലും അയക്കാൻ പറഞ്ഞു പുള്ളി. പക്ഷെ ആദ്യം പറഞ്ഞ് നമുക്ക് സിത്താരയെ കൊണ്ട് പാടിപ്പിക്കാം. ഓക്കെ, അങ്ങനെ ട്യൂൺ ഞാൻ ആക്ച്വലി എൻ്റെ മോളുടെ ബാംഗ്ലൂരിൽ PG ഇരുന്നിട്ടാണ് ഞാൻ പാട്ട് കമ്പോസ് ചെയ്തത്. അന്ന് വേണമെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് കമ്പോസ് ചെയ്ത് പുള്ളി ഇഷ്ടപ്പെടുന്നു. അത് ഉടനെ തന്നെ അജീഷ് ദാസ് എന്ന് അയച്ചു കൊടുക്കുന്നു. പുള്ളിയാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പുള്ളി തിരിച്ച് ലിറിക്സ് വരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് നടന്നൊരു ഇതായിരുന്നു. പിന്നെ ആ ട്യൂൺ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങളത് പ്രോഗ്രാമിങ്ങിലേക്ക് പോയി, അതിറങ്ങി. അതെനിക്ക് തോന്നുന്നു ഒരു ആർട്ട് മൂവി ആയതുകൊണ്ട് അത് വലിയൊരു പബ്ലിസിറ്റി ഇതുപോലെ പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ അന്തരം കഴിഞ്ഞു. അടുത്തത് കോപം എന്ന് പറയുന്ന മൂവി നെടുമുടി വേണു സാറ് അവസാനമായി അഭിനയിച്ച മൂവിയാണ്. അതിൽ സാറ് തന്നെയാണ് PRO ചെയ്തിരിക്കുന്നത്. ആക്ച്വലി അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ചെന്നൈ ബേസ്ഡ് ഡയറക്ടറാണ്, മഹേന്ദ്രൻ, K. മഹേന്ദ്രൻ സാറ്. എൻ്റെ വീടിനടുത്താണ് പുള്ളി. കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ മൂവി ചെയ്യണം. അപ്പോൾ എന്നെ പരിചയപ്പെട്ടു.
പരിചയപ്പെട്ടതിന് ശേഷം പുള്ളി എന്തെടുത്താലും ആ പ്രൊഡ്യൂസർ വരുമ്പോഴോ എന്തെങ്കിലും സംഭവം വന്നാലും ഉടനെ എന്നെ അറിയിക്കും. പക്ഷേ ഒത്തിരി പുള്ളി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. അവസാനം പുള്ളി ഒരു സിനിമ, ചെറിയൊരു സിനിമ ചെയ്തിട്ട് തമിഴിലേക്ക് പോകുന്നുള്ള നിലയിലാണ് കോപം ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്തത്. അങ്ങനെ പുള്ളി വന്ന് മലയാളത്തിൽ ചെയ്തു. അപ്പോൾ ചെയ്യുന്ന സമയത്ത് തന്നെ എന്നെ വിളിച്ചു. അതിനകത്ത് രണ്ട് സോങ്, മഴമേഘജാലകം നിറമാല ചാത്തിയോ, എൻ്റെ ലിറിക്സോ പെട്ടെന്ന് കുറച്ച് ദിവസങ്ങളായി ഓർമ്മ വരുന്നില്ല. ഓക്കെ, അതിനകത്ത് ഒരു ഡാൻസ്, ഒരു എന്താ പറയുക, ഒരു കല്യാണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സെമി ക്ലാസിക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെ ഒരു ക്ലാസിക് ജോണറുള്ള ഒരു പാട്ട് കൂടിയുണ്ട്, മായമ്മയിലേക്ക് വരാം. ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാവാം എനിക്ക് ഇതിലേക്കൊരു ചാൻസ് കിട്ടിയത്. പക്ഷെ ചാൻസ് കിട്ടിയത് വളരെ രസകരമായൊരു ഒരു സന്ദർഭത്തിലാണ്. ഞാനും എൻ്റെ വൈഫ് പ്രിയ, മോള് ചന്ദന, ഞങ്ങൾ മൂന്നുപേരും ചെന്നൈ ട്രിവാൻഡ്രം ട്രെയിനിൽ വരുമ്പോൾ ഇതിൻ്റെ മായമ്മയുടെ ക്യാമറമാനായ നവീൻ്റെ വൈഫ് അനു ഞങ്ങളുടെ ഒരേ അടുത്ത സീറ്റ്. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ പ്രിയ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പാട്ടുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ സംസാരിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ അറിയായിരിക്കും, പുള്ളി കൈരളി ചാനലിലൊക്കെ ഉണ്ടായിരുന്നാണ്. ഇപ്പോൾ സൗദിയിൽ പോയി ഇപ്പോൾ മൂവീസിലൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചെറിയൊരു പേര് ഇട്ടിട്ട് അത്ര വലിയ പിടിയിട്ടില്ല. ഞാൻ തിരിച്ച് ഞങ്ങൾ ഇവിടെ സ്റ്റേഷനിലെത്തി. അപ്പോൾ പുള്ളിയെ കണ്ടു. അപ്പോൾ കണ്ടതായിട്ട് എനിക്കൊരു ഓർമ്മ. നമ്മൾ ഹായ് പറഞ്ഞു പിരിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കുറച്ചാൾ കഴിഞ്ഞതിന് ശേഷം നവീൻ നമ്പറൊക്കെ വാങ്ങിച്ചു. നവീൻ വിളിച്ചത് ആക്ച്വലി മായമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല. ഇവരുടെ അസോസിയേറ്റ് റാഫി എന്നുള്ളൊരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട്. അപ്പോൾ റാഫിയുടെ ഒരു ബോസ് സുനിൽ പരിയാരം, പുള്ളി സാറിന് അറിയാം. സുനിൽ സാറിൻ്റെ പുള്ളി ഒരു മൂവി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിനു മുമ്പ് പുള്ളി ഭയങ്കര മൂകാംബിക ആരാധകനാണ്. അപ്പോൾ മൂകാംബിക ഭക്തനാണ്. അപ്പോൾ പുള്ളിക്ക് ആ ഒരു മൂകാംബിക അമ്മയെ പറ്റിയൊരു പാട്ട് ചെയ്തിട്ട് അത് ആക്ച്വലി ഇതുവരെ തീർന്നിട്ടില്ല, പകുതിയിൽ നിൽക്കുകയാണ്. ഞാൻ തുടങ്ങി വെച്ചു. പുള്ളി അങ്ങനെ അത് ലിറിക്സൊക്കെ അയച്ചു വന്ന് ലിറിക്സ് അയച്ചു. ആദ്യം ലിറിക്സ് വെച്ചിട്ട് ഞാൻ ട്യൂൺ അയച്ചത് കുറച്ച് വ്യത്യാസമായിരിക്കണം, നമ്മൾ സ്ഥിരം ഭക്തി ഒരു ലൈനിൽ പോകരുതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു 7/5/8 താളത്തിൽ ഒരു പാട്ട് ചെയ്തു അയച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് തുടങ്ങാം. അപ്പോൾ നവീൻ ഈ പാട്ട് കേട്ടു. അപ്പം നവീൻ രമേശ്ജിയും മായമ്മയുടെ ഡയറക്ടർ രമേശ് കുമാർ കോറമംഗലം, അദ്ദേഹമായിട്ട് ഈ മായമ്മയുടെ എനിക്ക് ഒരു സ്റ്റോറി എല്ലാം കഴിഞ്ഞു. സ്റ്റോറി എല്ലാം കഴിഞ്ഞിട്ട് മ്യൂസിക് തന്നെ 2-3 പേരെടുത്ത് കൊടുത്തു. അവർ സെറ്റാവാതിരിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, നമ്മുടെ മൂവിയിൽ ഇങ്ങനെ ഒരാളെ അന്വേഷിക്കുകയാണ്, ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയേണ്ടത് ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം, രമേശ്ജിയെ മീറ്റ് ചെയ്യാം, നേരെ ഈസ്റ്റ് ഫോർട്ട് വരാൻ പറഞ്ഞു ട്രിവാൻഡ്രത്ത്. അങ്ങനെ ഞാൻ പിറ്റേന്ന് ഓടി ചാടി പിടിച്ച് പോവാണ് കറക്റ്റ്. പക്ഷെ എൻ്റെ മനസ്സിൽ ഇവരുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ലവ് സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ട്രെൻഡ് ഉണ്ടാവുമല്ലോ സിറ്റി ബേസ്ഡ്, അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ആണ് പറയുന്നത് ഈ സംഭവം. നമ്മളുടനെ ഒരു നമ്മുടെ കഫേയിൽ കയറിയിട്ട് സ്നാക്സ് കഴിച്ചിങ്ങനെ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിലേക്ക് വന്നു. അപ്പോൾ തുടങ്ങാം, ഇത് ഒരു കുറച്ച് കാലം മുമ്പ് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ പോയി ഓക്കെ, എന്തായാലും മസിൽ പിടിച്ച് അങ്ങനെ ഫുൾ കേട്ടോണ്ടിരുന്നു. കേട്ട് കഴിഞ്ഞപ്പോൾ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും വർക്ക് ചെയ്യാൻ ഉണ്ട്, ഒരു ചലഞ്ചായിട്ട് എടുത്ത് ചെയ്യാനുള്ള സംഭവമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വേണ്ടത് അങ്ങനെ ആ ജോണറിലുള്ള ഒരു പാട്ടുമില്ല. വേണ്ടത് സെമി ക്ലാസിക്, പിന്നെ പുള്ളോ പാട്ട്, നാവൂർ പാട്ട്, പിന്നെ ഒരു കളമെഴുത്ത് പാട്ട്, കളപ്പാട്ട്. നാഗകളപ്പാട്ടെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞത് ആദ്യം സ്ലോയിൽ തുടങ്ങി, പിന്നെ അത് ദ്രുതതാളത്തിൽ കയറണം, പിന്നെ അതിദ്രുതതാളത്തിൽ കയറണം. വട്ടായി. അപ്പോൾ ഞാൻ പുള്ളോ പാട്ട്, നാവൂർ പാട്ട് അത് കുഴപ്പമില്ല,
കാരണം ഞാൻ ഈ പറഞ്ഞില്ലേ, ഞാൻ ഈ റിസർച്ച് ചെയ്യായിരുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കും. അതായത് വെസ്റ്റേൺ കേൾക്കും, ഒരുപാട് ജോണറിലെ പാട്ടുകൾ കേൾക്കും. ഫ്രഞ്ച്, അങ്ങനെ യൂറോപ്യൻ, അറബിക്, ലാറ്റിൻ, ഇങ്ങനെയുള്ള ഒരുപാട് മ്യൂസിക്, ചൈനീസ്, ഗ്രെഗോറിയൻ മ്യൂസിക്, ഇങ്ങനെ എല്ലാം കേട്ട് ആ കൂട്ടത്തിൽ നമ്മുടെ നാടൻ പാട്ടും ഈ നാവൂർ പാട്ട്, പുളു പാട്ട് ഇങ്ങനെ റെഫർ ചെയ്ത് പോയിട്ടുണ്ട്. അല്ലാതെ മനസ്സിരുത്തി അത് കേട്ട ഇങ്ങനെ ഓർമ്മയുണ്ട്. അങ്ങനെ അത് നോക്കുമ്പോൾ നാവൂർ പാട്ട്, പുളു പാട്ട് എന്ന് പറയുന്നത് ഒരേ ട്യൂണും മറ്റേ അവരുടെ പുള്ളുവ വീണ വെച്ച് ഇങ്ങനെ പാടുന്ന ഒരു സ്റ്റൈലിലുള്ള പാട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെ നമുക്ക് പാടും തോന്നിയ സെമി ക്ലാസിക്കാണ്, അത് ആദ്യം കൊടുക്കാം. അങ്ങനെ ഞാൻ കുറേ ട്യൂൺ ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ട്, അത് അല്ല, ഞാൻ പുള്ളിയെടുത്തപ്പോൾ ചോദിച്ചു സെമി ക്ലാസിക് ആണല്ലോ, അപ്പോൾ എന്തെങ്കിലും രാഗം ഉണ്ടോ എന്ന് ചോദിച്ചു റെഫർ ചെയ്യാൻ. പുള്ളി പറഞ്ഞ അറബിയിൽ ചെയ്ത കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാ രാഗവും വിട്ടു, അറബിയിൽ നോക്കി. അപ്പോൾ ആ രാഗം അറിയാം എനിക്ക്. ഇങ്ങനെ പാ പ മ പാ മഗരി സരി മഗരി സരി സരി, അങ്ങനെ ഒരു ഗീതം. ആ പാട്ട് അത് സോറി അതല്ല, അങ്ങനെ സെമി ക്ലാസിക്. അപ്പോൾ അതിൽ കമ്പോസ് ചെയ്തിട്ട് ഞാൻ മൊബൈലിൽ വാട്സപ്പിൽ അയച്ചു. അപ്പം നമുക്കിത് കൊള്ളാം, ഇതിൽ തുടങ്ങാം, ഇത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്താൽ സെറ്റാണ്. അപ്പോൾ ആശ്വാസം, ഞാൻ ആയി. പിന്നെ ബാക്കി ചെയ്തു. അപ്പം പുള്ളി 2 ദിവസം കഴിയുമ്പോൾ തന്നെ പുള്ളി ഒരു പോറ്റി എഴുതിയത് തന്നെ, ഞങ്ങളുടെ ഫ്രണ്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് പുള്ളി ലിറിക്സ് അയച്ചിട്ട്, അപ്പം ഭയങ്കര കട്ടിയുള്ള ലിറിക്സ്. അപ്പം ഞാൻ എന്ത് ചെയ്ത, ലിറിക്സ് കൂടുതലൊക്കെയാണ് എഴുതിയിരുന്നത്, അതിനെ കുറഞ്ഞ് ട്രിമ്മൊക്കെ ആക്കി പാടി തിരിച്ചയച്ചു. അപ്പോൾ പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. പുള്ളിയെ വിളിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലിറിക്സ് എഴുതാനായിട്ടിരിക്കുകയാണ്. പുള്ളി തന്നെയാണ് ഇത് എഴുതിയത്, അപ്പോൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് അല്ല, രമേശ് തന്നെ എഴുതി, പുള്ളി വേറെ എഴുതിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വിട്ടിട്ട് നമുക്ക് പുളുവ് പാട്ടിലേക്ക് വരാം. അപ്പോൾ പുളുവ് പാട്ട്, നാവൂർ പാട്ട് ഞാൻ പറഞ്ഞില്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിൽ ഞാനങ്ങ് ഇരിക്കുവാണ്. ഇരുന്നിട്ട് സെറ്റാവുന്നില്ല. എനിക്ക് സെറ്റാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാൻ, ഒന്നാമത് ഇളയരാജ സാർ ഒരു പാട്ട് ചെയ്തു ജനങ്ങളെ, അതായത് അഥർവത്തില് അമ്പിളിക്കലയും ചൂടി തിരുനടന തമ്പുരാന്റെ വാദിമയ്യ ഭഗവതിയെ തുണയരുളൂ. ഈ പാട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറം നമുക്ക് പോകാൻ പറ്റൂല. അങ്ങനെ നേരത്തെ കമ്പോസ് ചെയ്ത് അപ്പോൾ പുള്ളി അയ്യോ ഇതെനിക്ക് അങ്ങോട്ട് സെറ്റാവുന്നില്ല, ഒന്നുകൂടെ പിടിക്കേ. സാർ അടുത്ത് നോക്കാം. ഞാൻ വിടാൻ തയ്യാറല്ലായിരുന്നു, എങ്ങനെയും ഇത് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ളതിൽ. ഡയറക്ടർക്കും ആഴത്തിൽ ഇതിനെക്കുറിച്ച് ജ്ഞാനമുണ്ട്. അതാണ്, എനിക്ക് അത്രയും ജ്ഞാനമുണ്ടെന്ന് എനിക്ക് അപ്പോഴും അറിഞ്ഞൂടാ. പുള്ളി ഡയറക്ടർ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റാവുന്നില്ല, പുള്ളിയുടെ മനസ്സിലില്ല, എത്തിയില്ല, എനിക്ക് അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. ശരി വിട്ടു, എന്നാൽ അടുത്ത ചെയ്യാം സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു. അപ്പോൾ ഒരെണ്ണം ചെയ്ത് പകുതി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത് നാവൂർ പാട്ട് ചെയ്തപ്പോൾ ഇത് കുഴപ്പമില്ല. മറ്റേ പുളുവ് പാട്ട് ചെയ്തില്ല, നാവൂർ പാട്ട് അല്ല, പുളുവ് പാട്ട് ഓക്കെ, നാവൂർ പാട്ട് ചെയ്തതിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് മേക്കപ്പ് ചെയ്താൽ അത് തന്നെ ചെയ്യാന്ന്. അതാണ് നഗലോകത്തുള്ള നാഗദൈവങ്ങൾക്കായി നാവൂർ പാട്ടൊന്നു പാടണ. അത് അങ്ങനെ ആ പാട്ട് ഫിക്സ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുളുവ് പാട്ട് എന്ന് പറയുന്നത് കൈലാസവാസന്റെ കളമതിൽ നേരിക്കും കദ്രുവിൻ മക്കളെ നിങ്ങളിൽ അങ്ങനെ പോകും. സെമി ക്ലാസിക്കിലേക്ക് വരുമ്പോൾ അറബി തന്നെ ചെയ്യണം. അറബിയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ട് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ വേറെ രാഗമായി പോകും. വളരെ സൂക്ഷിക്കേണ്ട ഒരു രാഗവും. ഞാൻ ചുമ്മാ ചോദിക്കുകയും ചെയ്ത് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു അത് എന്നെ ചെയ്യണം. പിന്നെ ചെയ്യുമോ ഇല്ല എന്നുകൊണ്ട് പുള്ളി ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ അത് സംഭവിച്ചു. കാതരമിഴിയണകൾ ഇടയും തരളിത മമ മനമതിലലിയും പറയാനിനി എഴുതാമതോ അനുപദമതികരഗതലയ സുരഭിലയാമം.
അങ്ങനെ അത് സംഭവിച്ചു. ഈ സെമി ക്ലാസിക് സോങ് എന്ന് പറയുന്നത് ലവ് സോങ് ആണ് ഇതിനകത്ത്. ഇത് അഖില ആനന്ദും ഞാനുമാണ് പാടിയിരിക്കുന്നത്. പിന്നെ നാവൂർ പാട്ട് പാടിയിരിക്കുന്നതും പുള്ളൂർ പാട്ട് പാടിയിരിക്കുന്നതും പ്രമീള എന്ന് പറഞ്ഞ ഒരു സിംഗറാണ്. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി ജയൻ എന്ന സിംഗറാണ് അടുത്ത ഈ ഇവിടെ നാഗകളപ്പാട്ട് പാടിയിരിക്കുന്നത്. അതൊരു നല്ല ചോയ്സായിരുന്നു. പുള്ളിക്കാരിയുടെ ഒരു ബേസ് വോയിസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഈ പ്രമീള പാടിയത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തേക്കുന്നതെന്ന് കഴിഞ്ഞാൽ നല്ല ഈ വോയിസ് പുള്ളു പറ്റിയ വോയിസ്. അതൊരു വലിയ സിംഗറുണ്ട് ദിനേശ് ചേട്ടൻ, പുള്ളിയുടെ ഒരു കമന്റ് കേട്ടോ, അയ്യോ ആപ്റ്റായിട്ട് സിംഗറിനെ സെലക്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അയ്യോ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട് ചേട്ടനെ ഞാൻ ചെന്നൈയിൽ വെച്ച് കാണാറുണ്ട്. താങ്ക്സ് ദിനേശ് ചേട്ടാ പറയും. ഓക്കെ, അങ്ങനെ കളപ്പാട്ടിലേക്ക് വരാം. അല്ല, ആക്ച്വലി അത് പാട്ട് ഈ ദ്രുതതാളത്തിലേക്ക് കയറണം. ഇപ്പോൾ സ്ലോയിൽ തുടങ്ങണം. അപ്പോൾ ഇതിന് ടിപ്പിക്കൽ രാഗ ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞ് രാഗങ്ങളിങ്ങനെ അതിൻ്റെ റൂട്ടിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നാഗപ്പാട്ട് ആ ഒരു ആഹരി രാഗത്തിൻ്റെ റൂട്ട് പ്രോപ്പർ ചെറിയ ചെറിയ നോട്ട്സൊക്കെ വ്യത്യാസമുണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടിയിട്ട് പ്രോപ്പർ രാഗത്തിൽ പോയെന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ആ ദ്രുതതാളത്തിലേക്ക് കയറി അടുത്തയിലേക്ക് വരുമ്പോൾ ചക്രവാളത്തിലേക്ക് പോയിട്ട് അങ്ങനെയൊക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. പിന്നെ പുള്ളൂപ്പാട്ട് പന്തുവരാളിയുടെ റൂട്ട്, മറ്റത് ഹംസാനന്ദി, അങ്ങനെ അതിൻ്റെ റൂട്ട്. അതിനെ എന്താ പറയുക, ഇതും മിക്സ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ മയമാളവൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഇത് സംഭവം. മറ്റത് അറബിയിൽ. ഓക്കെ, അപ്പോൾ ഈ നാഗകളപ്പാട്ട് ചെയ്തു. അപ്പോൾ അത് ആക്ച്വലി ചുമ്മാ ആദ്യത്തെ ഒരു ലൈൻ പല്ലവി പാടി ബാക്കി ഇങ്ങനെ ലിറിക്സ് കിട്ടിയില്ല. അങ്ങനെ ചക്ക ചക്കണ്ണ അല്ല സോറി പിന്നെ എന്ന് പാടി കൊടുത്തേ ഉള്ളൂ. അത് ലിറിക്സ് കുറച്ച് സമയം എടുത്തിട്ടാണ് അത് എഴുതിയത്. കാരണം അതിൽ ആ പാട്ടെന്ന് പറയുന്നത് പുള്ളി എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഹീറോയിൻ ഈ നഗക്കളത്തിലിരുന്നിട്ട് പിന്നെ അത് എനിക്ക് തോന്നുന്നു ആട്ടം ഇങ്ങനെ ആടി ഒലയുന്നത്, പിന്നെ അത് അതിനെ മായ്ച്ച് ഉരുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത് ഭയങ്കര ഒരു എൻ്റെ മനസ്സിൽ ഇങ്ങനെ സംഭവം പോയി. അപ്പോൾ അതിനെ ആ പാട്ട് പിന്നെ എങ്ങനെ ഹെവിയാക്കാം, ആ താളത്തിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ചലഞ്ചായിരുന്നു. അങ്ങനെ ആദ്യം 7/8 പാട്ട് തുടങ്ങിയെങ്കിലും പിന്നെ അത് ഈ 5/8 പോയിട്ട് വീണ്ടും 7/8 അടുത്ത അത് ദ്രുത താളത്തിലേക്ക് കയറി. ശ്രീ മഹാദേവന്റെ പുള്ളോർക്കൂടം നീ പാട്ടൊന്നു ഞാൻ ഉണർത്താം. അങ്ങനെയാണ് ആ സോങ് പറയുന്നത്. എന്നാലും പാട്ട് ഫുള്ളായിട്ട് ഞാൻ കേൾക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ജതിയൊക്കെ ചേർത്ത് കുറച്ച് ഇങ്ങനെ കുറേ സംഭവമൊക്കെ ചേർത്ത് അതിനൊരു നല്ല ഹെവി സോങ് ആക്കി മാറ്റി. പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയതൊന്നും നമ്മളൊരു ഇലക്ട്രിഫൈഡ് അതായത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഒരു ടെക്നോ ടോൺസ് ഒന്ന് യൂസ് ചെയ്താൽ അത് ചെയ്യാൻ പാടില്ല. ട്രഡീഷണൽ സോങ്സ് ആണ്. അപ്പം മാക്സിമം എല്ലാത്തിലും ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ പാട്ടിലും ബേസിക്കും നമ്മൾ സൗണ്ടിങ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സൗണ്ടിങ് വെച്ചിട്ട് എല്ലാം ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തു. അതിനകത്ത് വീണ, വയലിൻ, മൃദംഗം, ഭക്കാവാജ്, പിന്നെ തബല, ഉടുക്ക്, ഗഞ്ചിറ, ഫ്ലൂട്ട്, ഇത്രയും ഇൻസ്ട്രുമെൻറ്റ്സ് ലൈവ് യൂസ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ എടുത്തു പറയാൻ കാരണം സൗന്ദര്യേട്ടനും മുരളിച്ചേട്ടനും ബാലു, ഹരി ഇവരൊക്കെയാണ് അത് വായിച്ചേക്കുന്നത്. എക്സലൻ്റ് മ്യൂസീഷ്യൻസാണ് ഇവരെല്ലാം. പുള്ളുവ പാട്ടിലുള്ളത് നമ്മളെ പുള്ളുവ വീണയുണ്ട്. പക്ഷെ അത് നമുക്കത് എനിക്ക് തോന്നുന്നത് നമ്മൾ ലൈവ് അവർ പാടുമ്പോൾ ആ ഒരു ട്യൂണിൽ പോകും. നമുക്ക് റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പോൾ അത് പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ നമ്മൾ അത്ര ഒരു ആർട്ട് ഫിലിം ആയിരുന്നെങ്കിൽ നമുക്കത് അങ്ങനെ യൂസ് ചെയ്യാം. പക്ഷെ പിച്ചിങ് ഒക്കെ ചെറിയ പ്രശ്നം, നമ്മൾ ഉദ്ദേശിക്കുന്ന പിച്ചിലേക്ക് അത് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല. അതുകൊണ്ട് വയലിൻ വെച്ചിട്ട് ഞങ്ങളതിനെ ആ ഒരു ആ സ്റ്റൈലിൽ ബാലു
അസാധ്യമായിട്ട് വായിച്ചിട്ടുണ്ട്. സൗന്ദര്യേട്ടനുള്ള സീനിയറായിട്ടുള്ള മ്യൂസീഷ്യനാണ്. ചേട്ടനാണ് ആരബി ഈ ക്ലാസിക്കലിൽ വീണ വായിച്ചിരിക്കുന്നത്. മുരളി ചേട്ടൻ അതുപോലെ ഒക്കെ അങ്ങനെ. പിന്നെ മായമ്മ തീർത്തും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തീർച്ചയായിട്ടും എനിക്ക് ഇനി ഇതുപോലത്തെ ഒരു സബ്ജക്റ്റ് കിട്ടുമെന്ന് തന്നെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മ്യൂസിക് ചാനലിലെ ഇങ്ങനൊരു സബ്ജക്റ്റ് സ്റ്റോറി മൂവി കിട്ടുമെന്ന് തന്നെ സംശയമാണ്. ശരിക്കും രാജേഷ് എന്ന് പറയുന്ന ഒരു സംഗീതജ്ഞന്റെ റിയൽ ടാലന്റും റിയൽ എഫർട്ടും എന്താണെന്ന് നമുക്ക് റെഫറൻസ് കാണിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് മായമ്മ. തീർച്ചയായിട്ടും. കാരണം ഈ ഞാൻ പറഞ്ഞില്ലേ, ഇത് ആദ്യം രമേശ് ലിറിക്സ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഭയങ്കര കട്ടിയുള്ള വാക്കുകൾ. ഇത് എനിക്കാണ് കട്ടി, പക്ഷേ ഇത് പുള്ളിയുടെ നാടെന്ന് പറയുന്നത്, പുള്ളി ട്രിവാൻഡ്രം ആണെങ്കിലും ശരിക്കും നാട് എന്ന് പറയുന്നത് കണ്ണൂരാണ്. ആ ഭാഗത്തുള്ള ഒരുപാട് വാക്കുകൾ അവിടുത്തെ നാട്ടുമ്പുറത്തുള്ള വാക്കുകളൊക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്കത് പുതുമയായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് നമ്മൾ ലിറിക്സ് എഴുതാൻ അവരുടെ സ്റ്റുഡിയോയിലിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നവീൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ലിറിക്സ് കുറച്ച് ഭയങ്കര കട്ടി, ഇപ്പോഴത്തെ കാലത്ത് ഇത്രയും കട്ടിയുള്ള പോവോ. അപ്പം ഞാൻ പുള്ളിയെ ഒന്ന് സോപ്പിട്ടിട്ട് ഇത് ചെയ്യുന്ന പുള്ളി ഇങ്ങനെ ലിറിക്സ് ഉണ്ടെന്ന് എല്ലാവരും അറിയിട്ടും അയ്യോ അപ്പം ഇതും ശരിയാവില്ല, എന്തായാലും വിട്ടേക്ക്. എന്തായാലും ഞാൻ നേരിട്ട് ചോദിച്ചു പുള്ളി പറഞ്ഞു എന്തായാലും എഴുതാനൊക്കെ പറ്റും, പക്ഷേ അത് വേറെ ആളെ എഴുതണമെന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റൂല അത് പറഞ്ഞു. പിന്നെ ഒന്നും മിണ്ടിയില്ല. പുള്ളിക്ക് അത് ദേഷ്യം വന്നോ, ദേഷ്യമില്ല, പുള്ളി അങ്ങനെ ഭയങ്കര രസമാണ് പുള്ളി. അല്ല, ഇതില് ഈ പടത്തില് ഒന്ന് ഈ ചലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ, അതിനേക്കാൾ ചലഞ്ചിങ് ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുള്ള സംവിധായകനാണ്. അയ്യോ, നടക്കൂല അവിടെ. അതുകൊണ്ട് പുള്ളി നല്ലൊരു മ്യൂസീഷ്യനാണ്. ഈ രാഗങ്ങളെ പറ്റിയും ഒരുപാട് അറിയാം. അപ്പോൾ നമുക്ക് അവിടെ ചുമ്മാ എന്തെങ്കിലും തട്ടിക്കൂട്ടാൻ പറ്റൂല അങ്ങനെ. ഓക്കെ. അപ്പോൾ ലിറിക്സ് എഴുതിയിട്ട് ഞാൻ പിന്നെ പോട്ടെ, പുള്ളിക്ക് ഇഷ്ടം, പുള്ളിയുടെ ഇതല്ലേ ഫൈനൽ. അപ്പോൾ ഒന്നും വേണ്ടിയില്ല. പിന്നെ അത് പക്ഷെ അത് ഞാൻ ട്യൂൺ ആക്കി, ട്യൂണിലേക്ക് കറക്റ്റായിട്ട് വന്നു. ഇങ്ങനെ ആ പുളു പാട്ടായാലും നാവൂർ പാട്ടായാലും എല്ലാത്തിലും. അപ്പോൾ ഞങ്ങളിത് പാടിപ്പിച്ചു. രമേശിയും നവീനും എല്ലാവരും ഉണ്ട്. പാടിപ്പിച്ചപ്പോഴും കുറേയൊക്കെ അഖിലയ്ക്ക് കുറച്ച് ആ പാട്ട് കുറച്ച് ഇതായിരുന്നു. ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ അഖില ടഫായിട്ട് തോന്നിയുള്ളൂ. എങ്കിലും പെട്ടെന്ന് പാടി. ലക്ഷ്മി ഒന്ന് പാടി. എല്ലാവരും പാടിക്കഴിഞ്ഞു. അപ്പോഴും നമുക്കൊരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ഇല്ല. ഇത് ലിറിക്സ് ഭയങ്കര കട്ടിയാണ്. അപ്പോഴും സംസാരിക്കും, ലിറിക്സൊക്കെ ഭയങ്കര കട്ടി, എങ്ങനെ പോവും. പക്ഷേ ഇത് റെക്കോർഡ് ചെയ്ത് മിക്സിങ് എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സ് വന്നു. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് എൻ്റെ ഈ മ്യൂസിക്കിൻ്റെ എല്ലാം പ്രോഗ്രാമർ എന്ന് പറയുന്നത് എൻ്റെ ഒരു അനിയനെ പോലെയുള്ള ഒരു ഫ്രണ്ടാണ് ആൽഫി ജോസ്. ഞാൻ ഭയങ്കര അടിപൊളി മ്യൂസീഷ്യനാണ്. ഞാൻ പറയുന്നത് മനസ്സിൽ കാണുന്നത് പുള്ളി ചെയ്യും. ഞാൻ 4 സോങ്സിൻ്റെയും പ്രോഗ്രാമർ, ബേസിക് മ്യൂസിക് പ്രോഗ്രാമർ, മ്യൂസിക് പ്രൊഡക്ഷൻ ആൽഫി ജോസ് ആണ്. പുള്ളിയുടെ തന്നെ ഒരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട്. അവിടെയാണ് നമ്മൾ ബദൽ സ്റ്റുഡിയോസ് ഉണ്ട്. അവിടെയാണ് നമ്മളത് റെക്കോർഡിങ് ചെയ്തത്. ഓക്കെ. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്, ചെന്നൈയിലുള്ള എൻ്റെ ഫ്രണ്ട് ഷാജി ജൂസ ജേക്കബ്, ഷാജിയുടെ കയ്യിൽ എത്തിയപ്പോഴത് സംഭവം ഒന്നും മാറിയത്. ഫൈനൽ മിക്സ് ചെയ്ത് ചേട്ടാ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്, വാ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകുന്നു. എനിക്ക് ആക്ച്വലി കമ്പോസ് ചെയ്തു, പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ബോറാണ്. മിക്സിങ്ങിനിങ്ങനെ അവരിങ്ങനെ ഓരോ ടോണിങ്ങിനെ. അപ്പോൾ ഫൈനൽ കേൾക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച സാധനം വന്നാൽ മതി. മിക്സിങ്ങിൻ്റെ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മിക്സ് കേട്ടപ്പോൾ ലിറിക്സ് ഒന്നും ഒരു പ്രശ്നമേ ഇല്ല. അടിപൊളി, കറക്റ്റ് ആപ്റ്റ് സോങ്, ഒന്നും പറയാനില്ല. പിന്നെ ഇത് വിഷ്വലൈസ് ചെയ്തിട്ട് വന്നപ്പോഴാണ് ഞെട്ടിയത്. അപ്പോൾ അവിടെയാണ് സാറേ അല്ലേ ഡയറക്ടറിന്റെ ഒരു ഫൈനൽ ബ്രില്യൻസ് എന്ന് പറയുന്നത് അവിടെയാണ്. കാരണം പുള്ളിയുടെ മനസ്സിലുണ്ട്. നമ്മൾ പറയും സാറേ അങ്ങനെ മാറ്റി ഇങ്ങനെ മാറ്റുന്നൊക്കെ പറയും, പക്ഷെ പുള്ളിയുടെ മനസ്സിലുണ്ട്. അതായിരുന്നു മായമ്മയിലെ സോങ്സിൽ സംഭവിച്ചത്.